ഹലോ കാശി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് പാനിപ്പൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ഫുഡും കൂടെയാണിത്. പക്ഷേ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്കത്ര വിശ്വാസത്തോടെ കഴിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് പൂരി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ എടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. ഒന്നിച്ച് വെള്ളം ചേർത്ത റവ പെട്ടെന്ന് തന്നെ അങ്ങ് ലൂസായി പോവും. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനൊക്കെ കുറച്ചുകൂടെ ടൈറ്റായിട്ട് വേണം കുഴയ്ക്കാൻ. എന്നാൽ ഒരുപാട് അങ്ങ് ടൈറ്റായി പോവുകയും ചെയ്ത് ആ ഒരു പരുവത്തിന് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ എന്തെങ്കിലും മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. അതിന് ഞാനിവിടെ 4 കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂണ് കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ എന്താ ഞാൻ കിഴങ്ങൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു മീഡിയം സൈസ് സബോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മധുരമുള്ളൊരു പാനി തയ്യാറാക്കാം. അതിന് ഞാൻ കുറച്ച് വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു നെല്ലിക്ക വലുപ്പത്തിനൊക്കെയും കുറച്ചും കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കാം. അത് ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് കുതിർന്ന് കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ അരിച്ചെടുത്ത പുളിയുടെ ജ്യൂസ് ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. നമ്മൾ നേരത്തെ എടുത്ത പുളിയില്ലേ, അതിനേക്കാളും കുറച്ച് കൂടുതൽ വേണം നമുക്ക് ശർക്കര എടുക്കാൻ. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് പൊടിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിലൊന്ന് അലിയിപ്പിച്ചെടുക്കാം. അപ്പം എന്താ നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ച് നമ്മുടെ പുളിയുടെ ജ്യൂസൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. അപ്പോൾ നമ്മുടെ പാനി കുറച്ചും കൂടെ തിക്കായിട്ട് വരും. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പാനി റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ എന്താ നമ്മുടെ പാനി ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു പാനിയും കൂടെ തയ്യാറാക്കണം. അതിന് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 പിടി മല്ലിയില എടുക്കുന്നുണ്ട്. അതുപോലെ 1 പിടി പുതിനയിലയും കൂടെ എടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 1 പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 പച്ചമുളകും കൂടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. അപ്പം എന്താ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം എന്താ നമ്മുടെ രണ്ടാമത്തെ പാനിയും റെഡിയായി. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചില്ലേ ആ മാവ് എടുക്കുക. എന്നിട്ട് അത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കത് രണ്ടായിട്ട് പകുത്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം ആദ്യം ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് പരത്തിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇത് രണ്ടായിട്ട് എടുത്തത്. അപ്പം ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പൂരികളാക്കി മാറ്റിയെടുക്കാം. അതിന് ഞാനിവിടെ ഒരു ചെറിയ ടിന്നിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ പൂരികളായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് അത് ഇതിൽ നിന്ന് അടർത്തിയെടുത്ത് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ പൂരിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പൂരിയൊക്കെ ഓരോന്നും ഇട്ട് കൊടുത്തതിന് ശേഷം തവി കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പൂരിയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നോളും. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഈ ഒരു കളറാകുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ പൂരി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ആദ്യം നമുക്കൊരു പൂരി എടുത്ത് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് മധുരമുള്ള പാനി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അടുത്ത പൂരി എടുത്തിട്ട് രണ്ടാമത്തെ പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പാനിപ്പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്